ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐക്യമാണ് പ്രധാനം എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. പക്ഷേ കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ഒരു ചർച്ച വന്നാൽ പോലും രണ്ടിലേറെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണിപ്പോൾ. സ്വാഭാവികമായിട്ടും അതൊരു ഈ അധികാരവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം പാർട്ടിക്കകത്തുണ്ടോ? അത് ഈ ഐക്യം എന്ന് പറയുന്നിടത്ത് അതൊരു വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ടോ? വെല്ലുവിളിയൊന്നുമല്ല. അത് ഗൗരവത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല ഏറ്റെടുക്കുന്നത്. ഐക്യം ഉണ്ടായിട്ടുണ്ട്. കരുത്തന്മാരായ നേതാക്കന്മാർ ശ്രീ കെ കരുണാകരനും ആന്റണിയും കോൺഗ്രസിന് നേതൃത്വം നൽകിയ സന്ദർഭത്തിൽ നമുക്കറിയാൻ വരെ ഒരു ഘട്ടത്തിൽ ലീഡർ മുഖ്യമന്ത്രിയായി, പിന്നീട് ആന്റണി മുഖ്യമന്ത്രിയായി, പിന്നീട് 2011 നമുക്കറിയാം 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF അധികാരത്തിൽ വന്നത്. തർക്കരഹിതമായിട്ട് MLA-മാരുടെ ഒപ്പീനിയൻ കൂടി ചോദിച്ച് കേന്ദ്രത്തിൽ നിന്ന് അന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതാണ് വന്ന് ഞങ്ങളോട് MLA-മാരുടെ ഒപ്പീനിയൻ ചോദിച്ചത്. ഒരു പ്രയാസവുമില്ലാതെ അനായാസേന മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഹൈക്കമാൻഡിന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം കോൺഗ്രസിലെ MLA-മാരുണ്ടാക്കി. പത്രങ്ങളിൽ വാർത്ത വരുന്ന, മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിൻ്റെ ഒരു കാരണം പ്രമുഖ നേതാക്കന്മാർ, ജനങ്ങളിൽ വലിയ സ്വാധീനമുള്ള ആളുകൾ, സജീവമായിട്ട് ബഹുജന രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് നിൽക്കുന്ന നേതാക്കന്മാർ കോൺഗ്രസിന്റെ ഒരു മുതൽക്കൂട്ടാണ്. അവരാരെങ്കിലും പറഞ്ഞോ ഞാൻ ചീഫ് മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ആണെന്ന്? നോബഡി ടോൾഡ്. പക്ഷെ മാധ്യമങ്ങളിൽ ചില ആളുകൾ ഉയർത്തിക്കാട്ടി. ഒന്നിലേറെ നേതാക്കന്മാർ, കഴിവുള്ള കരുത്തുറ്റ ജനപിന്തുണയുള്ള നേതാക്കന്മാരുണ്ടെന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു അസറ്റാണ്. മറ്റു പാർട്ടികൾക്ക് അതില്ല. CPM ആണെങ്കിൽ ഒരു ഏകാധിപത്യ പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. പിണറായി വിജയൻ അല്ലാതെ ഒരു സെക്കൻഡ് ലീഡറെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതായത് VD സതീശൻ, രമേശ് ചെന്നിത്തല ദ്വന്ദ്വം, അത് ആ തരത്തിലൊരു ആശയക്കുഴപ്പം KPCC അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എന്നുള്ളത് വെറും മാധ്യമങ്ങളുടെ നിരീക്ഷണങ്ങൾ മാത്രമാണ്. ഇല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്, സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിനെ അധികാരത്തിൽ, UDF-നെ അധികാരത്തിൽ കൊണ്ടുവരിക, തിരികെ കൊണ്ടുവരിക. LDF-ന്റെ തെറ്റായ ജനദ്രോഹ ഭരണം അവസാനിപ്പിക്കുക, കേരളത്തിന്റെ വികസന കാര്യങ്ങൾ നീതിപൂർവ്വം നടപ്പിലാക്കുക, സമാധാനം ഉറപ്പുവരുത്തുക. ക്രമസമാധാനം എത്രയോ തകർന്നു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ തന്നെ അക്രമം പെരുകയല്ലേ. ഇന്നലെ CPM-ന്റെ നേതാവ് എന്താ പറഞ്ഞ? ഗാന്ധി സ്തൂപം കണ്ണൂർ ജില്ലയിൽ എവിടെയും സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാ പറഞ്ഞത്. ആ നിലപാട് സ്വീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കരുത്തിലാണ്. അദ്ദേഹം ആരാണ്? മുഖ്യമന്ത്രിയുടെ കരുത്തിലാണ് CPM-ന്റെ നേതാക്കന്മാർ ഈ അട്ടഹാസം, ഈ വെല്ലുവിളികൾ, ഈ പ്രഖ്യാപനങ്ങൾ, ഈ ഏകാധിപത്യ ശൈലി അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരായിട്ട് ജനങ്ങൾ സമാധാനം, ജനാധിപത്യം, മതസൗഹാർദ്ദം ഇതാഗ്രഹിക്കുന്ന ആളുകൾ കോൺഗ്രസിന്റെ മടങ്ങിവരവിൽ വലിയ പ്രതീക്ഷ വെക്കുന്നു. കോൺഗ്രസ് നേതാക്കന്മാർ അവസരത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കും. തർക്കമേ വേണ്ട.